ഹലോ, അസ്സലാമു അലൈക്കും. ആദ്യത്തെ നോമ്പ് ദിവസം, നോമ്പിൻ്റെ ദിവസം തുടക്കം തന്നെ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടാണല്ലോ അടച്ചോന്. വേറെ വലിയ കാര്യത്തിനൊന്നുമല്ല, ഉമ്മാൻ്റെ ഒരു റിപ്പോർട്ട് എടുക്കാനുണ്ട്, സ്കാനിങ് എടുത്ത്. അപ്പോൾ അത് മേടിച്ച് ഒന്ന് ഡോക്ടറിനെ കണ്ട്, പിന്നെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞായിരുന്നു നമ്മുടെ മെയിൻ ഡോക്ടർ ഫസീദ് ഡോക്ടർ പൾമോണോളജി, അദ്ദേഹത്തിനൊന്ന് കാണിച്ച് പ്രശ്നം എന്തുകൊണ്ടെന്ന് നോക്കി നമുക്ക് വരാം. മെല്ലെ മെല്ലെ സാനോ. നടക്കാൻ കഴിയുന്നില്ല. നീ ഇട്ടെങ്കിലേ സ്റ്റാർട്ടാവും, ഞാനിട്ടാൽ സ്റ്റാർട്ടാവില്ല. ഓൾറെഡി 4:30 ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ ആദ്യത്തെ നോമ്പ് തുറ എവിടെ ആയിരിക്കും എന്ന് ഒരു പിടുത്തവും ഇല്ല. ഇത് എല്ലാത്തിനും ഡോർ ഓർക്കണം. കൈയെടുക്കേ, പൊളിക്കോ എമ്മേ വാ. എന്ത് എല്ലാം എടുത്താ? പേപ്പറെല്ലാം എടുത്താ? ഉറപ്പല്ല? എന്താ പാപ്പിച്ചോ? എന്ത് ബ്ലോഗ് ഡെയിലി കാറ് കാറാ. നല്ലൊരു സോങ് വെക്ക്. എന്ത് അല്ലല്ല, പാട്ട്. യാ നബി സലാം അലൈക്കും. പമ്പില് പെട്രോൾ അടിച്ച് ഈ പമ്പിൻ്റെ ഒരു അനുഭവമുണ്ട്. പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം അല്ല, കുറച്ച് ഒരു മാസം മുമ്പല്ലടാ, ഓർമ്മയുണ്ടോ? അയാളുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് രണ്ടാമത്തെ ബ്ലോഗിലത്. പക്ഷെ അത് ഞാൻ ഇട്ടിട്ടില്ല. എനിക്കൊരു തെറ്റ് പറ്റി, കാരണം അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാനിവിടുന്ന് ഷൂട്ട് ചെയ്ത്, പുള്ളിക്കാരൻ പെട്രോൾ അടിക്കുന്ന സാധനം ഷൂട്ട് ചെയ്ത്. അപ്പോൾ പുള്ളി കുറച്ച് കന്നഡ മലയാളം മിക്സ് ചെയ്ത രീതിയിലാണ് സംസാരിക്കുന്നത്. പുള്ളിയുടെ സ്ലാങ്, പുള്ളി അത് സറിയല്ല, നമ്മളെ ചോദിച്ചില്ല എന്നല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളി എന്തിപ്പോൾ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എന്താ പറയുന്നത്. ഞാൻ ചോദിച്ചു എന്താട്ടാ? അപ്പം പറഞ്ഞു, നമ്മളെ ചോദിക്കാതെ ഫോട്ടോ എടുത്തല്ല, അത് ശരിയല്ല. പിന്നെ നല്ല തിരക്കാണ് ആ സമയത്ത്, കുറേ സംസാരിക്കാനും പറ്റില്ല. സോറി പറഞ്ഞ് ഞാൻ പറഞ്ഞു സോറി ഏട്ടാ. കാരണം കോമൺ ആയിട്ട് ഇതൊക്കെ വലിയ സംഭവം ഒന്നുമല്ലല്ലോ. പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികം, ഞാൻ ഷൂട്ട് ചെയ്തത് ശരിക്കും എൻ്റെ ടാങ്കിൻ്റെയാണ്, പക്ഷെ പുള്ളി അതിൽ ആഡ് ആയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ പഠിച്ചൊരു പാഠമെന്ന് പറയുന്നത്, പബ്ലിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ആ വിഷ്വലിൽ വേറെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കൺസേൺ ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോസിലും പറയുന്നത് എൻ്റെ ഫാമിലീസിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഇഷ്ടമല്ലേ നമ്മളതിൽ ആഡ് ചെയ്യാൻ ഒരിക്കലും നമുക്ക് അതിനുള്ള അവകാശമില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് പെട്രോൾ പമ്പിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞതാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് നേരെ പോവാം. ഞാൻ ടോളിൻ്റെ അടുക്ക് എത്തുമ്പോൾ നോക്കാം. നീയേ കാണിക്കല്ലേ, പാട്. കഴിവുണ്ടാവണോ? പാട്ട് പാടാനുള്ള കഴിവുണ്ടാവാനും വേണ്ടത് അറിയാ. ഒറ്റക്ക് പാടുന്ന ഓക്കെ. നിന്നെ ഞാൻ എനിക്കില്ലാത്തൊരു കഴിവ് നിനക്കുണ്ടാക്കിയെടുക്കും, പാട്ട് പാടുക എന്നുള്ളത്. വേറെ ഏത് പാട്ട് അറിയാം സാനോ? അറിയുന്ന പാട്ട് ഏതെങ്കിലും ഉണ്ട് സാനോ?
ഇതാണ് മക്കളെ കാസർഗോഡിന്റെ ഫ്ലൈ ഓവർ. അത് കിലോമീറ്ററുകളോളം ഉണ്ട്. ഇന്ത്യയിലെ ഇതിനെന്ത് സംഭവം ഉണ്ടല്ലോ, ഏറ്റവും വലുത്. ആ, നമ്മുടെ കറന്തക്കാട് വഴി. ഓ, ഏതാ ഫ്രെയിം നോക്കിയ ലൈറ്റ്. കുറച്ച് റോട്ടിലേക്ക് അയക്കോ. ആ, ഇതാണ് നമ്മുടെ കറന്തക്കാട്. ഇത് ഹൈവേ ഒന്നല്ല കേട്ടാ, ഹൈവേന്ന് കട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന റോഡാ. ഇതുവഴി ബാങ്ക് റോഡ് എന്ന് പറയും. ഇവിടെ ബാങ്കിന്റെ പൂരമാണ്, അതുകൊണ്ടായിരിക്കാം മേ ബി ബാങ്ക് റോഡ് എന്ന് പേര് വന്നതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നമ്മളിങ്ങനെ വട്ടമടിച്ച് കറങ്ങി ദൂരെ ഒരു പച്ച ബോർഡ് കണ്ട, ഇതാണ് ഞങ്ങളുടെ വിൻടച്ച്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട സെറ്റ്. ഏമാനെ ഞാനൊന്ന് പോയിക്കോട്ടെ. ഇതാണ് വിൻടച്ച്. എൻ്റെ മോനെ, നീ പോയിട്ട് ബില്ല് ചെയ്തോടാ, ഞാൻ എൻ്റെ വണ്ടി പോയിട്ട്. കാരണം ജാബി തന്നെ ഒരു രക്ഷയില്ല കേട്ടാ, വന്ന് പെട്ടുപോയി. വാ വാ വാ. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തതാ, ഇന്ന് നോമ്പ് ഒന്നല്ലേ, അപ്പോൾ ഡോക്ടർ പോയി, നല്ല തേപ്പായിപ്പോയി. എന്ത് സ്മെല്ലടാ ഈ സൈഡ്. ഇതിപ്പോൾ ഞാൻ കയറിയിട്ടാണല്ലോ ഇത് തുറക്കാൻ. തേപ്പ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്ന ഒരു കിടിലോസ്കി പണിയായിപ്പോയി. കാസർഗോഡ് വരെ വന്നിട്ട് മോശം മോശം മോശം, വളരെ മോശം. ഡോക്ടറിൻ്റെ ടൈം നമ്മളെ കീപ്പ് ചെയ്തില്ല പറഞ്ഞിട്ട്. ഇതെന്താടാ ഇത്, ടൂത്ത് പേസ്റ്റിൻ്റെ കാറ് അല്ല, ടൂത്ത് പേസ്റ്റിന് എന്ത് സംഭവം? ബ്രഷ് ഉണ്ടോ? ബ്രഷ് എടുത്തു, ബ്രഷ് എടുത്തു. ഇതിപ്പോ ഞാൻ ആര് പറഞ്ഞേ? ഓർക്കൊരു ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞിട്ടല്ല അമ്മ. അതെന്താ വിളിക്കുന്നു? നീ എന്ത് നേരത്തെ വിളിച്ചപ്പോ എന്ത് പറഞ്ഞു? ഉണ്ടെന്നല്ലേ? നാളെ 3 മണിന്ന് എത്ര മണിന്ന് 8 മണിയാളെയാ 3 മണിന്ന് പിന്നെ ചൊല്ലി. നാളല്ലേ ഇന്നത്തെ എന്തെങ്കിലും ഇന്നെന്തെല്ലാം ഡോക്ടർ ഉണ്ട് വിളിച്ചിട്ടാകുമ്പോ ഡോക്ടർ ഉണ്ട്. അത് പിന്നെ നോമ്പായതുകൊണ്ടെന്ന് അവര് പറഞ്ഞില്ല. ഡോക്ടർ പിന്നെ അറിയില്ല, എന്താ സ്റ്റാഫിന് അറിയില്ലായിരിക്കാം. 2 കുറി വിളിച്ചിട്ടാകുമ്പോ ഡോക്ടർ ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. ആ, ഡോക്ടർ ഉണ്ട് പറഞ്ഞു. രണ്ടാമത് വിളിച്ചത് നമ്മള് 4 മണിക്കല്ലേ? പേഷ്യന്റ് 4 മണി കഴിഞ്ഞിട്ട്. പേഷ്യന്റ് ഇരിക്കുമ്പോ ആളുള്ള സമയത്ത് മാത്രം ഇരിക്കുന്നല്ലോ. അതാ ഒരു മിസ്റ്റേക്ക്, സത്യം. പറഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി എത്ര മണിക്ക്? 4:30 മണി കഴിഞ്ഞിട്ട്, 5 മണിയായി, 4:30 മണി കഴിഞ്ഞിട്ട്. സാരമില്ല, യോഗയില്ല മണിയാ. ഇനി നാളെ ഇനി നാളെ കാണാനേ വിധിയുള്ളൂ. നമുക്ക് പോവാ. രാവിലെ നടക്കും തോന്നില്ല, രാവിലെ പോവാൻ. രാവിലെ പറഞ്ഞു. സീറ്റ് ബെൽറ്റാ നിയമം പാലിക്കാനുള്ളതല്ലേ? ഭയങ്കര ഒരു ഗ്രീനറീസ് ആണല്ലോ റബ്ബേ. വണ്ടിയില്ലതാ. എന്തത് കൃഷി? എന്താ കൊറേ ഉണ്ട്. അതുപോലെ തന്നെ ഇവരെ പാർക്കിംഗ് സെറ്റപ്പ് ആട്ടാ. ഇതിപ്പോ പരസ്യം ഒന്നല്ല, ഇനി ആ ഗണത്തില് കൂട്ടണ്ട. പാർക്കിംഗ് ഇഷ്ടം പോലെ വണ്ടി വെക്കാം. പാർക്കിംഗ് ഉണ്ട്, ഇതിൻ്റെ അകത്തോട്ടും ഉണ്ട്, പിന്നെ ബേസ്മെന്റും ഉണ്ട്, ഇതും ഉണ്ട്.
ആ അല്ല വേണ്ട, 1 കിലോ മതി. പോയല്ല ഓർഡർ ആക്കിന്. എന്ത് കഥ റത്തല്ലേ? എന്തേ? ആ എനിക്ക് ഒരു കിലോ ഇത് എടുത്തോളി. മീൻ ഉറപ്പിക്കാൻ കട്ട്ലുണ്ട്. അതെയാ? എനിക്കല്ലേ ചാലു ആ കട്ട്ല 160, അയില 300. ആ കട്ട്ല എത്ര 1 കിലോ? ആരോ ഒരാള്, സോറി കുടുംബത്തിലൊരാള്. പാപ്പി ഇറങ്ങിയാണോ? ബത്തക്ക ഉണ്ട്, സമൂസ ഉണ്ട്. ഞാൻ നോക്കട്ടെ എന്തെല്ലാം ഉണ്ടെന്ന് പോയിട്ട്. തിരക്കാറാ? മാസ്കിലേക്ക് നോക്ക. നോമ്പ് തുടക്കത്തിൽ തന്നെ മാഷാ അല്ലാഹ് നല്ലൊരു കാഴ്ച കണ്ടാ. അല്ല നല്ലത്. നോക്കട്ടെ ഫ്രൂട്ട്സ് എന്തുണ്ടെന്ന്. ബതക എത്ര ദിവസ? 30. ഒന്ന് തന്നൂറോ? അത് നല്ല മജയുള്ള നോക്കിയിട്ട് ഒരു മീഡിയം. ആ നീ ഒന്നിനെ ഓ കാറിലിരുന്നിട്ട് ഉമ്മാക്ക് പിടിഞ്ഞാ. ജാനു ബത്തക്ക വേണോ? വേണോറാ ജാനോ? അല്ല ഞാനിതിപ്പോ എവിടെ കറങ്ങി ചെന്നാലും അണ്ണന്റെ കടയിലൊന്ന് കയറാണ്ട് ശരിയാവില്ലല്ലോ. അപ്പൊ നിങ്ങൾ എടുക്കല്ലേ ഐഡിയല്? ആ മേലുള്ള ഐഡിയല് ഉണ്ടാ. പോന്താ? അല്ല ഇന്നൊരു ടാസ്ക് ഉണ്ട് എനിക്ക്. എന്താ? നീയല്ല കട്ട്ലെടുത്തിനാ, അപ്പൊ ഇന്ന് മുറിക്കാണോ? ഇന്ന് മുറിച്ചിട്ട് ഇന്നലെ ചെല്ലാലോ കറി വെക്കാം. നോക്കാം. നീറുള്ളി മാത്രം അതെടുത്ത് വേറെന്ത് വേണോ? ഇല്ല വേണ്ട തോന്നൂരേ. ഉള്ളി ഇട്ടാ വന്നില്ല? ആ സൗണ്ട് വന്നില്ല? ആ ഓക്കെ ശരി. പോ പോ. ഇതിപ്പോ അയ്യോ മുടിക ഇപ്പൊ പങ്കെടുക്കുന്ന തോന്നട്ടാ. 7 മിനിറ്റ് കൊണ്ട് വലിയ അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉമ്മ എടുത്ത് ഉമ്മാനെ നോക്കിക്കോ. ആ സമൂസ മാത്രം പിടിച്ചോ ഉമ്മ. എന്താ അല്ലേ പ്ലാൻ ചെയ്യുന്നൊന്ന് സംഭവിക്കുന്നത് മറ്റൊന്ന്. ഫസ്റ്റ് നോമ്പല്ലേ, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സുഖമായിട്ടൊരു നോമ്പ് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ അവസ്ഥ ഇതാണ്. അനിയൻ്റെ ഭാര്യ ഒറ്റക്ക ഫുഡ് പോലും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പാവം. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലേ പറ്റൂ. പോയിട്ട് കാര്യമുണ്ടായോ? അതുമില്ല, തേഞ്ഞ്. എന്തായാലും ഞാൻ പോയിട്ട് ഈ ബത്തൊക്കെ ഒന്ന് മുറിക്കട്ടെ, അതെങ്കിലും നടക്കട്ടെ. ഹബീബ വാതിൽ ഓർക്കടാ. ഷെഫിക്ക അസ്സലാമു അലൈക്കും. ഹായ് ഇഷാന. പ്രഷറിലുണ്ടാ? പ്രഷറിലുണ്ടാടാ? ആൻ്റെ പ്രഷർ. ഇത് സമൂസ അല്ല സമൂസ ആരും കൊണ്ടുവന്ന? അത് ശരി. അപ്പൊ ബത്തക്ക മുറിക്കേ. ഇത് പാവപ്പെട്ടെൻ്റെ നോമ്പ് പറ. അപ്പൊ നമ്മുടെ നോമ്പ് പറ കഴിഞ്ഞു. നിങ്ങളത്ര സെറ്റപ്പ് ഒന്നും ഇല്ലപ്പാ, നമ്മളൊരു വാഹനങ്ങളല്ലേ. പിന്നെ പെട്ടെന്ന് വന്നുകൊണ്ട് സാധനം ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടില്ല. അത് എനിക്കിത് കണ്ടല്ലോ വീഡിയോ. പിന്നെ കഴിക്കാൻ ഇന്നിവിടെ അനിയൻ്റെ ഭാര്യ ഫുഡ് കഴിക്കും. നമ്മുടെ നാട്ടിലുള്ള സാധനം കടുമ്പൂ എന്ന് പറയും. കാസർഗോഡുള്ളവർക്ക് അറിയാം, അതല്ലാത്തവർക്ക് അറിയാൻ ചാൻസ് കുറവാണ്. ഇത് പല ടൈപ്പ് ആക്കുന്നവരുണ്ട്. റൗണ്ടിൽ ചെറുതായിട്ട്
ഇവിടെ ഇന്ന് ഈ ഷേപ്പാണ്, ഉമ്മാക്കിയ വേറൊരു ഷേപ്പായിരിക്കും. പിന്നെ പത്തിരി ഉണ്ട്, ഞാൻ എടുത്തില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ പത്തിരി വരുന്നത്, ഈ ഒരു സ്റ്റൈലാണ്. നൈസും അല്ല, ഒരുപാട് ഗട്ടിയും അല്ല, ആ ഒരു രീതിക്ക്. പിന്നെ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയും പാലും ഒക്കെ ആയിട്ട് ആദ്യത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. അപ്പം ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കണ്ടന്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.